വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല. പ്രൈസ് ലോർഡ്. ആ വചനം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു നോക്കിയാട്ട്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ഇസ്രായേൽ മക്കളോട് മോശ പറഞ്ഞൊരു വാക്കാണ്. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തന്ന ഹല്ലേലൂയ സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നാം അത് പ്രാപിക്കുവാൻ നാം അതിനുവേണ്ടി തയ്യാറുള്ളവരായിരിക്കണം. പഴയ നിയമ ഭക്തന്മാർക്ക് അത് കഴിഞ്ഞില്ല. എന്നാൽ പുതിയ നിയമ ഭക്തന്മാർക്ക് ഈ കാലഘട്ടത്തിലുള്ള ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക്, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വസ്ഥതയും അവകാശവും നമ്മൾ പ്രാപിക്കുവാൻ ദൈവത്തിലേക്ക് നമ്മൾ നടന്ന് എത്തണം, അല്ലെങ്കിൽ വരണം, ദൈവത്തോട് ചേരണം, ദൈവകൃപ പ്രാപിക്കണം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ കാലഘട്ടത്തിൽ ഒരുപാട് പൂജാഗിരികൾ ഉണ്ടായിരുന്നു. ആ പൂജാഗിരികളെ മാറ്റിയിട്ട് ഹല്ലേലൂയ ആരാധനയ്ക്ക് ഒരു കേന്ദ്ര സ്ഥാനം ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ ആരാധനയ്ക്ക് ഒരു കേന്ദ്ര സ്ഥാനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ആവർത്തന 12-ന്റെ 5-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസം ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ, കന്യയാഗങ്ങൾ, ദശാംശങ്ങൾ, നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ, നിങ്ങളുടെ നേർച്ചകൾ, സ്വമേധദാനങ്ങൾ, നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവ നിങ്ങൾ കൊണ്ടുചെല്ലണം. അപ്പം ദൈവത്തിന് ആരാധനയ്ക്കൊരു കേന്ദ്ര സ്ഥാനം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് കൊടുക്കുവാനുള്ളതെല്ലാം നാം മടി കൂടാതെ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മോട് ഇടപെടാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ദൈവത്തിന് നിയമമാണ്, വ്യവസ്ഥയാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ വ്യവസ്ഥയ്ക്കൊരു മാറ്റമില്ല, നിയമത്തിന് മാറ്റമില്ല. നാം ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? ആദരാർപ്പണം എന്ന സ്തോത്രയാഗത്തോടെ ദൈവത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവം നമുക്ക് നൽകുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നാം പ്രാപിക്കുവാൻ വേണ്ടി നാം ദൈവത്തോട് അടുത്ത് ചെല്ലണം. പ്രൈസ് ലോർഡ്. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെന്നെങ്കിൽ മാത്രമേ അവൻ നമ്മോട് അടുത്ത് വരികയുള്ളൂ. അങ്ങനെ ഒരു ആരാധന കേന്ദ്ര സ്ഥാനം ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിനകത്തും മാറ്റം വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശ ഇസ്രായേലിന് ഈ ആലോചന കൊടുക്കും പറയുന്നത്, നാം ഇന്ന് ഇവിടെ ഓരോരുത്തരും താന്താന് ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, ഇവരെല്ലാം കൂടെ ഓരോരുത്തരും താന്താങ്ങൾക്ക് ബോധിച്ച പോലെ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. അത് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഓരോരുത്തരും താന്താങ്ങൾക്ക് ബോധിച്ചതുപോലെ ചെയ്താൽ അത് ദൈവ കോപമാണ്, ദൈവശാപമാണ്. ദൈവത്തിന്റെ ന്യായവിധി എല്ലാ മേഖലയിലും വെളിപ്പെടും. ദൈവിക ന്യായവിധിയെ തടയുവാൻ ലോക നിയമങ്ങൾക്ക്, ലോക നേതാക്കന്മാർക്ക് കഴിയില്ല, ലോക മതങ്ങൾക്ക് കഴിയില്ല. ദൈവം തന്നെ ന്യായയുടെ കരം അയച്ചാൽ ഹല്ലേലൂയ നമുക്കതിനൊന്നും എതിർക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് ഹല്ലേലൂയ മോശയോട് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്ക്, ദൈവം നമുക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും വേണ്ടി നമ്മൾ ദൈവസന്നിധിയിലേക്ക് എത്തണം. ഹല്ലേലൂയ. ലോകം നമുക്കൊരു സ്വസ്ഥത തരത്തില്ല, ലോക രാഷ്ട്രീയ നേതാക്കന്മാർ നമുക്ക് സ്വസ്ഥത തരത്തില്ല, ഇവിടെ ആരും നമുക്ക് അവകാശവും തരത്തില്ല. ഇനി ഇവിടെ നമുക്ക് അവകാശം ഉണ്ടെന്ന് പറഞ്ഞാലും അതെല്ലാം തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് 2 പത്രോസ് ലേഖനം 3-ന്റെ 3-ാം അധ്യായം വായിച്ചാൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഇന്ന് നാം ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം തീക്കായി ഒരുപിടി ചാരമായി മാറുന്ന ഒരു ദിവസമുണ്ട്. ഇതെല്ലാം ചാരമായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇവിടെ കഠിന പ്രയത്നം ചെയ്തും കഠിനമായി നമ്മൾ ഉണ്ടാക്കിയെടുത്തതും വെട്ടിപ്പിടിച്ചതും കോരിപ്പിടിച്ചതും വാരിയെടുത്തതും തോണ്ടിയെടുത്തതും എല്ലാം നഷ്ടപ്പെട്ടു പോകും, ചാരമായി മാറും. എന്നാൽ ഈ ഭൂമി ജീവിക്കുന്ന ജനത്തോട് പറയട്ടെ, ദൈവം നിനക്ക് തരുന്ന സ്വസ്ഥതയും അവകാശവും നീ പ്രാപിക്കണം. ദൈവം നിനക്ക് തരുന്ന സ്വസ്ഥതയും അവകാശവും ഈ ഭൂമിയിൽ പ്രാപിച്ചുകൊണ്ട് നീ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. പ്രൈസ് ലോർഡ്.
ഹല്ലേലൂയ. ഞാൻ ഈ ദൈവവചനം വായിച്ചു പഠിച്ച ഒരു ശക്തനായ ദൈവദാസന്റെ പ്രഭാഷണത്തിന് ചില ചിന്തകൾ എന്റെ മനസ്സിൽ കയറി. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അദ്ദേഹം പറഞ്ഞതാണ്. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഫിലിപ്പീൻസ് ദേശത്തുള്ള ഒരു യുവതി അശുദ്ധാത്മാവിന്റെ പോരാട്ടത്തിൽ സ്വസ്ഥതയില്ലാതെ ബുദ്ധിമുട്ടി. ഹല്ലേലൂയ. പെട്ടെന്ന് രണ്ട് കറുത്ത രൂപങ്ങൾ അവളുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നു. ഫിലിപ്പീൻസുകാരിയാണ്. അവളുടെ മുമ്പിൽ അവൾക്ക് സ്വസ്ഥത കൊടുക്കാൻ കഴിയാതെ സമയഭേദമന്യേ എപ്പോഴും രണ്ട് രൂപങ്ങൾ, കറുത്ത രണ്ട് രൂപങ്ങൾ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. ഒന്ന് ഉയരം കുറഞ്ഞവയും മറ്റത് ഉയരം കൂടിയതും. ഹല്ലേലൂയ. ഇത് പ്രത്യക്ഷപ്പെടുമ്പോൾ അവയുടെ ഘോര നഖങ്ങൾ കൊണ്ട് അവളുടെ ശരീരം മുഴുവൻ മാന്തി കീറും. ഈ രണ്ട് രൂപങ്ങൾ, ഒന്ന് ഉയരം കൂടി ഒന്ന് ഉയരം കുറഞ്ഞു, രണ്ട് കറുത്ത രൂപങ്ങൾ ഈ ഫിലിപ്പീൻസുകാരിക്ക് പ്രത്യക്ഷമാകും. എന്ത് ചെയ്യും? അവളുടെ ശരീരം മുഴുവൻ ഈ രൂപങ്ങൾ മാന്തി കീറും. ഹല്ലേലൂയ. അങ്ങനെ അവളെ മാന്തി കീറിയും ഭയങ്കര വേദനയോടെ മുറിവേൽപ്പിച്ചും അവൾ ഭയന്നും നിലവിളിച്ചും സഹിപ്പാൻ കഴിയാത്ത വേദനയാൽ മയങ്ങി വീഴുവെന്നാണ്. വലിയ ക്രൂരത, ഭയാനകമായ അനുഭവമാണ് ഈ ഫിലിപ്പീൻസുകാരി അനുഭവിക്കുന്നത്. ആ രൂപത്തിലുള്ള ആള് രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എപ്പോൾ വേണമെങ്കിലും വരുമായിരുന്നു. ഈ രണ്ട് രൂപങ്ങൾ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും വരും. ഹല്ലേലൂയ. ജനങ്ങൾ നിന്നാലും അവ വരും. എത്രമാത്രം ജനങ്ങൾ ഇവിടെ പൊതിഞ്ഞു നിന്നാലും ഈ രൂപങ്ങൾ അവൾക്ക് പ്രത്യക്ഷമാകും. അവളെ സഹായിപ്പാൻ ആർക്കും കഴിയത്തില്ല. കാരണം മറ്റുള്ളവരുടെ കണ്ണിൽ ഈ രൂപം കാണാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ഈ കണ്ണുകൾക്ക് ഈ രൂപം കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുവാനും വിടുവിക്കുവാനും മറ്റാർക്കും കഴിയുമില്ല. ഇന്നും ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ സഹോദരങ്ങളൊക്കെ കാണില്ലേ, ഞാൻ അവിടെ രൂപം കണ്ടു, ഇവിടെ രൂപം കണ്ടു, അവിടെ ആള് നിൽക്കുന്നുണ്ട്, ഇവിടെ ആള് നിൽക്കുന്നത്, വലിയ രൂപമാണ്, ചെറുതാണ്, വലുതാണ്, എന്നെ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, ഭയമാണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് പോലെ തന്നെ ഈ ഫിലിപ്പീൻസുകാരിക്ക് ഇതേപോലെയുള്ള അനുഭവം ഉണ്ടായി. അവൾ വളരെ ഭയാനകമായ അനുഭവത്തിൽ പോവുകയാണ്. ഈ രണ്ട് രൂപങ്ങൾ അവളുടെ ശരീരം മുഴുവൻ മാന്തിക്കീറി അവൾ വേദനിപ്പിക്കുക. അവൾ ഭയത്തിനടിമയായി മരണസമാനം അനുഭവത്തെ അവൾ പലപ്പോഴും മയങ്ങിപ്പോവുകയാണ്. അവളെ രക്ഷിക്കുവാൻ ആർക്കും കഴിയത്തില്ല. എത്രമാത്രം ആളുകൾ കൂടി നിന്നാൽ ഈ രൂപങ്ങൾ വരും, അവളെ വേദനിപ്പിക്കും. അത്ര കഠിനമായ ഭയാനകമായ സാത്താന്റെ തന്ത്രങ്ങൾ ഇന്നും ലോകത്തിലുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. സാത്താൻ നിന്റെ കുടുംബത്തെ ഇതുപോലെ തന്നെ പല രൂപത്തിലും ഭാവത്തിലും വന്ന് അവൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ ഒരുങ്ങുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി, എന്നെ കേൾക്കുന്ന സഹോദര സ്നേഹിത, ദൈവം നിനക്ക് തന്നിരിക്കുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലേക്ക് നീ മടങ്ങി വരണം. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിന് നീ ചെവി കൊടുക്കാത്തിടത്തോളം കാലം ലോകമയത്തങ്ങളിലേക്ക്, ലോക ഇമ്പങ്ങളിലേക്ക് നീ പോകുമ്പോൾ ഇതേപോലെയുള്ള കറുത്ത രൂപങ്ങൾ നിനക്കും പ്രത്യക്ഷമായി നിന്റെ കുടുംബത്തെ തലമുറയിൽ നശിപ്പിക്കുക തന്നെ ചെയ്യും. അത് സാത്താൻ ഒരു തന്ത്രമാണ്. ഹല്ലേലൂയ. അവൻ പല രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും നിന്റെ അരികിൽ വരും. ഹല്ലേലൂയ. അത് മനുഷ്യരൂപത്തിൽ വരാം, അത് ഹല്ലേലൂയ, അത് അദൃശ്യ ശക്തികളായിട്ട് വരാം. ഹല്ലേലൂയ. വിവിധ കാരണങ്ങളുടെ അത് സമയഭേദമില്ലാതെ നിന്റെ കുടുംബത്തിൽ തകർക്കുന്ന ആ പൈശാചിക മണ്ഡലത്തിൽ നീ പുറത്തു വരണം. ഹല്ലേലൂയ. അങ്ങനെ ഇവളെന്ത് ചെയ്തു? വളരെ വേദന അനുഭവിച്ചു. അപ്പൊ ഈ വാർത്ത ഇവിടെ ഇങ്ങനെ കഠിനമായി ഉപദ്രവിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, ഈ രൂപങ്ങൾ വന്ന് അവരുടെ ശരീരം മുഴുവൻ ആന്തിക്കീറുന്നു, ആർക്കും ഇവിടെ ആശ്വസിപ്പിക്കാൻ കഴിയത്തില്ല, ഈ രൂപത്തെ മറ്റാർക്കും കാണാൻ കഴിയത്തില്ല എന്നുള്ളത് ഫിലിപ്പീൻസ് സർക്കാർ അറിഞ്ഞു. ഫിലിപ്പീൻസ് സർക്കാർ ചെവിയിലെത്തി. സർക്കാർ അവിടുത്തെ പ്രസിഡന്റ് ഒരു യുക്തി ഉപയോഗിച്ചു. ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ഒരു യുക്തി ഉപയോഗിച്ചു. അവളുടെ നിലവിളി റെക്കോർഡ് ചെയ്തു. അവളുടെ നിലവിളി എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് ആ റേഡിയോ മൂലം ജനങ്ങളെ കേൾപ്പിച്ചു. ആ റെക്കോർഡ് ചെയ്ത് അത് അവളുടെ നിലവിളി ജനങ്ങളെ കേൾപ്പിച്ചു. ആർക്കെങ്കിലും ഇവളെ സഹായിക്കുവാൻ സാധിക്കുമോ എന്ന ഒരു അറിയിപ്പ് നൽകി. പ്രസിഡന്റ് വളരെ യുക്തിപരമായിട്ടാണ്, കാരണം ആളെ കാണത്തില്ല, ഇവിടെ ഉപദ്രവിക്കുന്ന രൂപം എന്താണ് എന്താ അറിയത്തില്ല. അതുകൊണ്ട് അവിടെ നിലവിളി റെക്കോർഡ് ചെയ്ത് സകലജനത്തെ കേൾപ്പിച്ചിട്ട് ചോദിച്ചു, ഇവിടെ സഹായിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ? അല്ലെങ്കിൽ ഇത് കേട്ട ഒരു ദൈവദാസൻ ആ യുവതിയെ സന്ദർശിപ്പാൻ പോയി. ആ യുവതിയെ സന്ദർശിപ്പാൻ പോയി. അവളെ കണ്ടപ്പോൾ ശരീരം മുഴുവനും ക്രൂരമായി മുറിവേറ്റിരുന്നു. ആ ദൈവദാസൻ പ്രാർത്ഥിച്ചവളെ യേശുവിന്റെ രക്തക്കോട്ടയിലേക്ക് കൊണ്ടുവന്നു. ഇനി മുതൽ ആ അശുദ്ധാത്മാവെ ഇവളിനെ പ്രവേശിക്കരുത്, ഇവളെ തുടരുത്. ഇവളെ ഞാൻ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടിക്കുന്നു, ഇവളെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ദൈവദാസൻ അവളെ ദൈവത്തിന് സമർപ്പിച്ചു. ഹല്ലേലൂയ. കാരണം ഫിലിപ്പീൻസ് ജനത്തിന്റെ ഇടയിൽ
അത്രമാത്രം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പം വിടുവിക്കുവാൻ ആരുമില്ലാതിരുന്നപ്പോൾ, നിയമങ്ങൾക്കോ അധികാരങ്ങൾക്കോ അവിടുത്തെ പ്രസിഡന്റോ കഴിയാതെ വന്നപ്പോൾ, ആമീൻ, അവളുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ജനങ്ങളെ കേൾപ്പിച്ചപ്പോൾ, സാധാരണക്കാരനായി ദേവദാസൻ അത് ഏറ്റെടുത്തുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ സ്വതന്ത്രയായി മാറി. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ദൈവം ശക്തമായ അധികാരം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ശക്തമായ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും പ്രാപിക്കാൻ വേണ്ടി നാം ദൈവസന്നിധിക്ക് വരണം. എന്താണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരം? ഹല്ലേലൂയ. ഈ ഫിലിപ്പീൻസിലായി ഈ സൗകര്യത്തിൽ വ്യാപരിക്കുന്ന ഈ അദൃശ്യ ശക്തിയെ നീക്കി അവളെ സ്വതന്ത്രമാക്കുവാൻ ഈ ദൈവദാസന ശുശ്രൂഷ ഏറ്റെടുക്കാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. ഒറ്റ കാരണമുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ലൂക്കോസ് സുവിശേഷം 10-19 വാക്യം, പാമ്പുകളെയും തീകളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. ആമേൻ. ചവിട്ടുവാൻ അധികാരം തരുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒന്നും ആമേൻ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. അല്ലേ? എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനത്ര. ഈ ദൈവദാസൻ എന്ത് ചെയ്തു? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിൽ പേരുള്ള ഈ ദൈവദാസന്റെ ദൈവം അധികാരം കൊടുത്തിരുന്നു. എന്താണ്? പാമ്പുകളെ തീകളുടെ ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരം, ഭൂതങ്ങൾ കീഴ്പ്പെടുവാനുള്ള അധികാരം. അതുകൊണ്ട് ഈ ദൈവദാസനെ ഫിലിപ്പീൻസിലെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൾ സ്വതന്ത്രമായി മാറി. ഇന്ന് ഈ പാമ്പുകളെയും തീകളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാനുള്ള അധികാരമൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മേൽ അധികാരം വെളിപ്പെടുന്നില്ലെന്നുള്ളത് മാത്രം. ഹല്ലേലൂയ. ഇന്നത്തെ അധികാരം വെളിപ്പെടുന്ന പല ശുശ്രൂഷകന്മാരും സൈക്കോളജി പഠിക്കുന്നു, ഹിപ്നോട്ടിസം പഠിക്കുന്നു. ഹിപ്നോട്ടിസം പഠിച്ച് സൈക്കോളജി അതൊക്കെ പഠിച്ചിട്ടൊക്കെ എന്തൊക്കെയാ എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ പഠിച്ചിട്ട് പിന്നെ പല മായാജാലങ്ങളും തന്ത്രങ്ങളും ഒക്കെ പഠിച്ചിട്ട് പിന്നെ അങ്ങ് വിദേശ രാജ്യത്ത് ആഫ്രിക്കയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ നിഗൂഢമായി ശുശ്രൂഷിക്കുന്ന, ദൈവവചനത്തെ വിറ്റ് കാശാക്കുന്ന, മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന അനവധി പാസ്റ്റർമാരുണ്ട്. അവരുടെ കൈ കീഴിൽ പോയി കൈവച്ച് കൈവെപ്പൊക്കെ മേടിച്ചിട്ട് നമ്മുടെ തെക്കൻ പ്രദേശത്ത് ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ തെക്കൊക്കെ ഇത്ര ശക്തമായി വെള്ളപ്പൊക്കം ദുരിതം പ്രളയമൊക്കെ വരാൻ കാരണം എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഭൂതാത്മാവ് ദേശം മുഴുവൻ വ്യാപിച്ച അനവധി ദൈവദാസന്മാർ പോലും ഭൂതാത്മാവിന് വിധേയപ്പെട്ടു. ദൈവിക അധികാരം നഷ്ടപ്പെട്ട് ഭൂതങ്ങളുടെ അധികാരം നേടിയെടുത്തവർ, ഭൂതങ്ങളുടെ അധികാരം അവർ നേടാൻ കാരണം എന്താണ്? അവർക്ക് പണം ഉണ്ടാക്കണം. അതുകൊണ്ട് കൊട്ടാരക്കര അടക്കം അനവധി ഇങ്ങനെയുള്ള ആളുകളുണ്ട്. തന്നെ ചീത്ത പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, ഉള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. എനിക്ക് ഒരു കാര്യമുണ്ട്, മുഖം നോക്കാതെ എല്ലാം പറയണമെന്നാ. ആരെയും പേടിച്ച് സുവിശേഷം പറയാൻ പാടില്ല, ആരെയും വഞ്ചി സുവിശേഷം പറയാം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 4 ദിവസമായിട്ടാണ് തോന്നുന്നു ഞാൻ കേരളത്തിന് വേണ്ടി ദുരിത മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പകരം ഒരു 12-1 മണിയാകുമ്പോഴത്തേനും കേരളത്തിന് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി, ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ദുരന്ത മേഖലയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഞാനൊരു പത്തനംതിട്ടക്കാരനും റാന്നിക്കാരനും ആയതുകൊണ്ട് റാന്നിയിലൊക്കെ ഒരുപാട് വെള്ളം കയറി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പ്രദേശങ്ങളൊക്കെ നന്നായിട്ട് റാന്നി, എൻ്റെ നാട് പെരുന്നേരവീട് ഞങ്ങൾക്ക് പെരുന്നേരവി ചാടി കുളിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾ അന്ന് അന്ന് നാവിനരുവി, പെരുന്നരുവി എന്നൊക്കെ പറഞ്ഞ രണ്ട് അരുവികളുണ്ടായിരുന്നു. അപ്പൊ ഈ നാവിനരുവിയുടെ മുകളിൽ നിന്ന് ചാടിയിട്ടുണ്ട്, പെരുന്നരുവി ചാടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളിച്ചു. ഞങ്ങൾക്ക് നല്ല സുപരിചിതമായ സ്ഥലമാണ്. ഇപ്പോൾ ഡാമൊക്കെ ഒന്ന് വലിയ വെള്ളമായി, വെള്ളപ്രളയം കൊണ്ട് വലിയ വെള്ളക്കെട്ടായി. പിന്നെ വനത്തിലൊക്കെ മഴ പെയ്തപ്പോൾ വലിയ ദുരന്തം. ഹല്ലേലൂയ. പിന്നെ ഒരുപാട് ഉൾപ്പെടെ വന്നപ്പോൾ റാന്നി മുഴുവൻ നശിച്ചു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ മനോവേദനയായി. ഹല്ലേലൂയ. വളരെ സങ്കടം തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ റാന്നിക്ക് വേണ്ടി, പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി, അതുപോലെ കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരനെ ഭയങ്കര ചീത്ത വിളിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണില്ല, സോറി. അത് ഞാൻ അദ്ദേഹത്തെ പിന്നെ ബ്ലോക്ക് ചെയ്തു. അദ്ദേഹം പറയുന്ന വാക്കുകളൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. അത്ര നീചവും നികൃഷ്ടമായ അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാകാതിരിക്കും? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിച്ച് ഒരു ദേശത്തിന്റെ കഷ്ടത കാണുമ്പോൾ, ദേശം സങ്കടം കാണുമ്പോൾ, ഒരു ദേശത്തെ ജനം മുഴുവൻ നശിക്കുന്നത് കാണുമ്പോൾ, ഹല്ലേലൂയ, ആ ജനത്തിന് വേണ്ടി, ആ ദേശക്കാരെന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ പാർക്കുന്നെങ്കിൽ ഞാൻ ആ ദേശത്തിന്റെ അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇത്രമാത്രം അപകാശീരമായ എന്റെ രീതിയിൽ ചീത്ത വിളിക്കുന്നതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ഒരു പത്തനംതിട്ടക്കാരൻ കഴിഞ്ഞിടയ്ക്ക് വളരെ ചീത്ത വിളിച്ചതുപോലെ, വളരെ പത്തനംതിട്ടക്കാരൻ ചീത്ത വിളിച്ചു.
നോക്കി ഇപ്പൊ ഈ പ്രളയം വന്നപ്പോൾ ഇവരെല്ലാം ഒരു സ്തോത്രം ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിയില്ലേ, ചീത്ത വിളിക്കുന്നവരല്ല. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ സുവിശേഷത്തിന് എഴുന്നേൽക്കുമ്പോൾ, നീ സുവിശേഷത്തിന് ശബ്ദിക്കുമ്പോൾ, സുവിശേഷകന്മാർക്കെതിരെ നീ അസഭ്യ വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ ദൈവത്തിന്റെ ആയുധ കരം നിന്റെ ദേശത്ത് വെളിപ്പെടും. നിനക്ക് തടയാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ പത്തനംതിട്ടക്കാരനായതുകൊണ്ടോ അല്ല ഞാൻ പറയുന്നത്, ഞാൻ കേരളത്തിന്റെ 14 ജില്ലയുള്ള ജനത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ജാതിയല്ല. അവിടെ എനിക്ക് അവിടെ ഹൈന്ദവനെന്നോ ഇസ്ലാം എന്നോ അല്ലെങ്കിൽ അവിടെ ബുദ്ധമെന്നൊക്കെ ക്രിസ്ത്യാനിയൊന്നും എനിക്ക് വിഷയമില്ല. എല്ലാവർക്കും വേണ്ടി കഷ്ടം എല്ലാവരും കൂടെ അനുഭവിക്കുന്ന മനുഷ്യനെന്നുള്ള നിലയ്ക്കല്ല. ഞാൻ മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരും എൻ്റെ സഹോദരങ്ങളെ പോലെ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യയിലുള്ള 145 കോടി ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകരായി 800 കോടി ജനത്തിനുണ്ട്. ഞാൻ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ അസഭ്യമായ വാക്കുകൾ, ചീത്ത വാക്കുകൾ വിളിച്ചു പറയുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർത്ത് ഭയങ്കര പശ്ചാത്താപമാണ്. നിങ്ങളെ ഓർത്ത് ഭയങ്കര പശ്ചാത്താപമാണ്. നിങ്ങൾക്കറിയോ, ഞാൻ ഒരുപാട് സ്തോത്രം പ്രസംഗം കൂടി ജീവിച്ചു വന്നയാളാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവം ഞങ്ങൾക്ക് ചില അധികാരം തന്നിട്ടുണ്ട്. പ്രൈസലോ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരമാണ് ഞങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. അത് ആരും ചൂഷണം ചെയ്യാനോ, ആരും അല്ലെങ്കിൽ മതപരിവർത്തനം നടത്താനോ, ആരെയും മതത്തിലേക്ക് കൊണ്ടുവരാനോ, സംഘർഷം ഉണ്ടാക്കാനോ, ഒരു വർഗീയ കലാപം ഉണ്ടാക്കാനോ, ഞങ്ങളുടെ മതം വളർത്താനോ ഒന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഭൂതോപദ്രവത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിക്കണം. ഫിലിപ്പീൻസുകാരിക്ക് ഈ ഭൂതാത്മാവ് 2 രൂപങ്ങളോട് വന്ന് അവളെ വളരെ ശാരീരികമായി ഉപദ്രവിച്ച് പീഡിപ്പിക്കുമ്പോൾ ഫിലിപ്പീൻസിലുള്ള ജനതയ്ക്ക് കൊടുത്ത അധികാരങ്ങൾക്കോ അവളുള്ള ഭൂതത്തെ പുറത്താക്കാൻ കഴിയില്ല. അവിടെയുണ്ട് മന്ത്രവാദികൾ, അഭിചാരം ചെയ്യുന്നവരും കൂടോത്ര ശൂദ്രം ചെയ്യുന്നവരും ഒരുപാട് വെളിച്ചപ്പാടന്മാർക്ക് അവിടെയുണ്ട്. പക്ഷെ അവർക്ക് ആ സൗകര്യമുള്ള ഭൂതത്തെ പുറത്താക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് അവളെ കരച്ചിൽ നിലവിളി വാർത്തയായിട്ട് എല്ലാവരെയും കേൾപ്പിച്ചിട്ട് അപ്പോൾ അത് ഏറ്റെടുത്തൊരു ദൈവദാസൻ അദ്ദേഹം ചെന്നു. അദ്ദേഹത്തിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതാണ്. അദ്ദേഹത്തിന് അധികാരം കൊടുത്തു. അധികാരം അദ്ദേഹം ഉപയോഗിച്ചു. അല്ലേലൂയ, ആമീൻ. അതുകൊണ്ട് അവന് പാമ്പുകളിൽ, തേളുകളിൽ, ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ അധികാരം തന്നിരിക്കുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, എന്താണ് നമ്മുടെ ജീവിതം, നമ്മുടെ രാജ്യത്തിൽ നടത്തുകൊണ്ടിരിക്കുന്നത്? 2018 തൊട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത അനർത്ഥങ്ങളില്ലേ ഈ 8 വർഷമായിട്ട് നടന്നു. 2018 തൊട്ട് 2026 എത്രമാത്രം അനർത്ഥങ്ങൾ, എത്രമാത്രം പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ, എത്രമാത്രം നമ്മൾ കടന്നുപോയ വേദനകൾ, ഉറ്റവരും ഉടയരുമൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇനിയെങ്കിലും ഒരു മാനസാന്തരപ്പെടണം കേട്ടോ. ഹല്ലേലൂയ, മാനസാന്തരം. ഭൂതമാത പ്രേത പിശാചുകൾ എല്ലാം കൂടെ, ദുർഭൂതങ്ങളെല്ലാം കൂടെ ജനത്തെ ഒന്നിച്ച് തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഈ ഫിലിപ്പീൻ സഹോദരിക്കല്ലേ പ്രാർത്ഥിച്ചത്. എന്നെങ്കിലും ദൈവങ്ങൾ ഏതൊരു പ്രശ്നമായിരുന്നാലും പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരണം. നിങ്ങളുടെ ഏത് പ്രശ്നമായിരുന്നാലും നിങ്ങൾ ക്രിസ്തുവിലേക്ക് വരണം. ഈ ഫിലിപ്പീൻസുണ്ടായ സഹോദരിക്ക് ഒരിക്കലും ക്രിസ്തുവിലേക്ക് വരാൻ കഴിഞ്ഞില്ല. അവളുടെ പ്രശ്നങ്ങളെ ക്രിസ്തുവിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അഥവാ അവിടെ പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൾക്ക് ഒരു വിടുതൽ കിട്ടിയില്ല. എന്നാൽ അവളെ അതിനുവേണ്ടി ദൈവം ഒരുക്കിയപ്പോൾ, അതിനുവേണ്ടി ദൈവദാസൻ ഒരുക്കി കഴിഞ്ഞപ്പോൾ ഫിലിപ്പീൻസ് തന്നെ ഒരു വാർത്തയായി മാറി. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഏത് പ്രശ്നമായിരുന്നാലും, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയായാലും നിങ്ങൾ വിശ്വാസത്തോടും പ്രത്യേകിച്ച് കർത്താവിലേക്ക് വരണം. അവൻ പിശാചിന്റെ തലയെ തകർത്ത് സകലവിധ അശുദ്ധാത്മാക്കുള്ള പോരാട്ടത്തിൽ നിന്നും വിടുതൽ നൽകും. അല്ലെങ്കിൽ യേശു പിശാചിന്റെ തലയെ തകർത്ത് അശുദ്ധാത്മാക്കളെ പോരാട്ടം നിങ്ങളെ വിടുവിക്കും. ഇന്നും എത്രയോ കുടുംബങ്ങൾക്കകത്താണ് അശുദ്ധാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട എത്രയോ കുടുംബങ്ങളാണ് നിരാശപ്പെട്ട് ഡിപ്രഷൻ, മാനസികമായ രോഗങ്ങളാൽ എത്രയോ ആളുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അശുദ്ധാത്മാവിന്റെ ബന്ധനങ്ങളെ എത്രമാത്രം ആളുകൾ കെട്ടപ്പെട്ട് കിടക്കുന്നത്. അശുദ്ധാത്മാവിന്റെ ബന്ധനത്താൽ എത്ര ആളുകളാണ് മദ്യത്തിനും മയക്കുവിനും പാൻസാന അടിമപ്പെട്ട് കിടക്കുന്നത്. മദ്യപിക്കുന്നതിൽ കിടക്കുന്ന ഒരു അശുദ്ധാത്മാവാണ്. പുകവലിക്കുന്നതിൽ കിടക്കുന്ന ഒരു അശുദ്ധാത്മാവാണ്. വെട്ടുമുറുക്കുന്നതിൽ കിടക്കുന്ന ഒരു അശുദ്ധി ആത്മാവാണ്. അശുദ്ധിയുടെ ആത്മാവാണ് അവരെ സകല ജഡിതമായി ചെയ്യിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നിങ്ങളുടെ മേൽ കിടക്കുന്ന നല്ല ആത്മാവല്ല. എന്നെ കേൾക്കുന്ന മദ്യപാനിയെ, എന്നെ കേൾക്കുന്ന മയക്കുമരുന്ന് അടിമയായിരിക്കുന്ന സൗരന്മാരെ, എന്നെ കേൾക്കുന്ന കുടുംബത്തെ കലമുണ്ടാക്കുന്ന, ദേശത്ത് കലമുണ്ടാകുന്ന, വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന, മതകലാപങ്ങൾ സൃഷ്ടിക്കുന്ന, രാഷ്ട്രീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിന്റെ മേലൊരു അശുദ്ധാത്മാവാണ് കിടക്കുന്നത്. ഹല്ലേലൂയ. അശുദ്ധാത്മാവാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവിടെ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു നിത്യത വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് സ്വർഗത്തിൽ ഒരു അവകാശം തന്നു വെച്ചിട്ടുണ്ട്. അവൻ നിനക്ക് ഒരു സ്വസ്ഥത അവകാശം നിനക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് തന്ന അവകാശ സ്വസ്ഥതയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിലേക്ക് എത്തണം.
ഹല്ലേലൂയ. ഈ ഫിലിപ്പീൻസുകാരിക്ക് അത് കഴിഞ്ഞില്ല. എന്നാൽ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൾക്ക് അവകാശം കിട്ടി. യേശു തന്റെ ശിഷ്യന്മാർക്ക് നിയോഗം കൊടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിക്കണം കേട്ടോ. വിശ്വസിക്കുന്നവരാൾ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ. അതെ, വിശ്വസിക്കുന്ന അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായിരിക്കുന്ന ലോകരക്ഷിതമായിരിക്കുന്ന മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവന്നേക്ക് 2026 വർഷം മുമ്പ് ആ സ്വർഗ മഹിമകളോടെ ഇനി താണ ഭൂമിയിലേക്ക് വന്നു 33 തിരുവയസ്സോടെ ജീവിച്ച് 30-ാമത്തെ വയസ്സിൽ യോഗനാസ്നാപന സ്നാനമേറ്റ് ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് വഴി നടന്ന് 40 നാൾ. 40 നാളുകൾ കഴിഞ്ഞപ്പോൾ അവന് വിശന്നപ്പോൾ സാമി പിശാച് എടുത്തു വന്നു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുന്നവർ യേശു പറഞ്ഞു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വായിൽ കൊടുക്കുന്ന വചനം കൊണ്ട് ജീവിക്കാൻ അധികാരം യേശുവിടെ പ്രയോഗിച്ചു. അവനെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുവിട്ട് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് തരാം, നീ എന്നെ വീട് നമസ്കരിച്ചാൽ. അല്ലെങ്കിൽ ഉയർന്ന ഗോപുരത്തിന് കൊണ്ടുവരുന്ന നീ ഇവിടെ ചാടുന്നതിന്റെ ദൂതന്മാരെ കൽപ്പിച്ചു നേരെ താങ്ങുവാൻ. അതെ, പിശാചിന്റെ തലയെ അവിടെ തകർത്തവൻ. കാൽവരി ക്രൂശിൽ പിശാചിന്റെ തലയെ തകർത്തവൻ. ഹല്ലേലൂയ. യേശുവിനെ മരണം കൊണ്ട് ഒതുക്കുവാൻ, യേശുവിനെ കല്ലറയിൽ ഒതുക്കുവാൻ അന്നത്തെ റോമൻ പടയാളികൾ, യഹൂദന്മാർ, എന്നത് ശാസ്ത്രിമാർ, പരീക്ഷർ, സാധുക്യർ, ഹല്ലേലൂയ, ഹെരോദാവും കയ്യപ്പാവും അടക്കമുള്ള പീലാത്തോസ് അടക്കമുള്ള എല്ലാ ഭരണാധികാരികളും യേശുവിനെ ഒതുക്കുവാൻ, യേശുവിനെ ഇല്ലായ്മ കല്ലറയ്ക്കുള്ളിൽ ഒതുക്കുവാൻ വേണ്ടി കല്ലറയ്ക്കകത്തവനെ ഒതുക്കി വെക്കാൻ ശ്രമിച്ചെങ്കിലും 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് സാത്താന്റെ തലയെ തകർത്തവൻ ജീവനോട് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ യേശു ഞങ്ങൾക്ക് തന്ന അധികാരമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അധികാരമാണ് ഫിലിപ്പീൻസിലുണ്ടായിരുന്ന സൗകര്യമേരി ദൈവദാസൻ ഉപയോഗിച്ചത്. വിശ്വസിക്കുന്നവരെ അടയാളം നിറക്കെ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അതെ, ഭൂതങ്ങളെ പുറത്താക്കുള്ള അധികാരം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങൾ അതാണ് ഉപയോഗിക്കുന്നത്. ഇത് പണത്തിന് വേണ്ടിയിട്ടല്ല. അല്ലാതെ ഇന്ന് ഒരു വ്യാജതന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇടയിൽ. അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ തകിട് കൊണ്ടിട്ടിട്ട് തകിട് എടുത്തു തരുന്ന ദൈവദാസന്മാരുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ നിങ്ങളുടെ വീടിന്റെ അടുക്കളയുടെ ഭാഗത്ത് തകിട് കിടപ്പുണ്ട്. നിങ്ങളുടെ വാതിന്റെ കട്ടറപ്പണിയൊക്കെ തകിട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കയറുന്ന നടയുടെ അടിയിൽ തകിട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വീടിന്റെ മൂലയിൽ കിഴക്കേ മൂലയ്ക്ക് തകിട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യ നീ സൂക്ഷിച്ചോണം. അതിന്റെ പണം തട്ടിയെടുക്കാൻ വേണ്ടി പലരും പല കുതന്ത്രങ്ങളുമായിട്ട് അവരും അശുദ്ധാത്മാക്കളെ നിറയപ്പെട്ടവരായി വരും. അല്ലെങ്കിൽ അതുണ്ടെന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കണം. തകിട് നിന്റെ വീടിന്റെ മൂലയിൽ വെച്ചിട്ടുണ്ട്, നിന്റെ അടുക്കളയിൽ വെച്ചിട്ടുണ്ട്, നിന്റെ കട്ടളക്കീഴിൽ വെച്ചിട്ടുണ്ട്, നീ കയറുന്ന പടിയുടെ കീഴിൽ വെച്ചിട്ടുണ്ടെന്ന് ഒരു പാസ പ്രവചിച്ചാൽ, അത് പറഞ്ഞാൽ ആ പാസങ്ങൾ അത് എടുപ്പിച്ചിട്ടേ വിടാവുള്ളൂ. അല്ലെങ്കിൽ അത് വ്യാജമാണ്. നിങ്ങൾ തിരിച്ചറിയണം. അപ്പം ദൈവം നമുക്ക് അധികാരം തന്നാൽ, ദൈവം നമുക്ക് ഒരു വെളിപ്പാട് തന്നാൽ അതവിടെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം പിതാവ് പുത്രനെ ഭൂമിയിൽ അയച്ചെങ്കിൽ പുത്രൻ നമുക്ക് വെളിപ്പെടുത്തി. അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കെല്ലാം വെളിപ്പെടുത്തി തരും. വെളിപ്പെടുത്താതെ എന്തെങ്കിലും വ്യാജം ചെയ്യുന്നുണ്ടെങ്കിൽ അതും അശുദ്ധാത്മാവാകട്ടോ. അല്ലെങ്കിൽ അപ്പൊ ഈ ഫിലിപ്പീൻസിലുണ്ടായിരുന്ന സൗകര്യമേലെല്ലാം ഉണ്ടായിരുന്ന എന്ത് ചെയ്തു? ഭൂതത്തെ ദൈവദാസൻ പുറത്താക്കി. 2 ആൾ രൂപങ്ങളിൽ നിന്ന് അവളെ വിടുവിച്ചു. അവൾ സ്വതന്ത്രയായി മാറി. അവൾ ക്രിസ്തുവിനോട് ഹൃദയം കൊടുത്തു. അവൾ ക്രിസ്തുവിനോട് സമർപ്പിച്ചു. ഹല്ലേലൂയ. അവൾ ഒരു ദൈവ പൈതലായി മാറി. അവളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി ചേർന്നു. ഫിലിപ്പീൻസ് നഗരത്തിൽ തന്നെ ഫിലിപ്പീൻസ് പട്ടണത്തിന്റെ ഒരു വലിയ വാർത്തയായെന്നാണ് ഞാൻ വായിച്ചത്. ഹല്ലേലൂയ. അതുപോലെ എത്രയോ സംഭവങ്ങൾ. ഹല്ലേലൂയ. ഞാൻ എന്റെ ശുശ്രൂഷ തന്നെ എന്തുമാത്രം ഭൂതപ്രവർത്തനെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഭൂതവിളകി വീട്ടിൽ കിടക്കുന്ന സെറ്റിയും കട്ടിലും ഒക്കെ എടുത്ത് മറിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും സഹോദരി ഭൂതവിളങ്ങുന്നതിന്റെ വീട്ടിൽ കിടക്കുന്ന സെറ്റിയൊക്കെ എടുത്ത് കൈകൊണ്ട് പൊക്കി എറിയും. കട്ടിലുകളൊക്കെ വലിച്ചെറിയും. മക്കളും എല്ലാം കൂടെ ഒന്നിച്ചു പിടിച്ചാൽ നിൽക്കത്തില്ല. അത്രമാത്രം ഭൂതവിളകുന്നതാ. ഒരു 65-70 കിലോ ഉണ്ട് ഈ സഹോദരി. ഹല്ലേലൂയ. നല്ല ആരോഗ്യ ഭൂതവിളകി അങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. എന്താ ദുരാത്മാവാ. ദുരാത്മാവിനെ ഇറക്കാൻ വേണ്ടി പലരും നോക്കി. ദുരാത്മാവിനെ ഇറക്കാൻ നോക്കിയ ഒരു അശുദ്ധാത്മാക്കളായിരുന്നു. ഹല്ലേലൂയ. ദുരാത്മാക്കളെ ഇറക്കുവാൻ ആഗ്രഹിച്ചതും ദുരാത്മാവിനെ ഇറക്കാൻ ചെന്നവരും അശുദ്ധാത്മാക്കളായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ അശുദ്ധാത്മാക്കളും ദുരാത്മാക്കളും തമ്മിലുള്ള പോരാട്ടം, അവിടെ മുറിവും ചതവും ഉണ്ടാകും. എന്നാൽ ഫിലിപ്പീൻസ് ഈ വാർത്ത കേട്ട് ദൈവദാസൻ ചെന്നു. ദൈവദാസൻ അവിടെ മേലുള്ള ദുർഭൂതത്തെ ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ അതവിടെ വിട്ടുമാറി. ഹല്ലേലൂയ. അത് അധികാരമാണ്.
അധികാരം. അത് ദൈവം ചെയ്യുന്നതെല്ലാം പരസ്യമായിട്ടാണ്. ദൈവം ചെയ്യുന്നതെല്ലാം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഒന്നും രഹസ്യമായിട്ടല്ല ദൈവം ചെയ്യുന്നത്. അവൻ എല്ലാവർക്കും കാണുകയാണ് തന്റെ പ്രവൃത്തികളെല്ലാം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങൾ പിശാചിന്റെ തലയെ തകർക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അവനാൽ സൗഖ്യമാക്കാൻ കഴിയാത്ത യാതൊരു വ്യാധിയുമില്ല. യേശുവിനാൽ സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു വ്യാധിയുമില്ല. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ തന്റെ അരികിൽ വന്ന ഒരു വ്യാധിയെ പോലും സൗഖ്യമാക്കാതിരുന്നിട്ടില്ല. ആരും പറഞ്ഞു വിട്ടില്ല, നീ നാളെ വാ, മറ്റന്നാൾ വാ, നിന്റെ ഭവനത്തിനകത്തൊരു 3 ദിവസത്തെ പ്രാർത്ഥന നടത്ത്, നീ അവിടെ നേർച്ച കൊടുക്കും, ഒരു വഴിപാട് കൊടുക്കും, നീ തീർത്ഥാടനങ്ങൾ, നീ തലമുറ ചെയ്, നീ പ്രായശ്ചിത്തം ചെയ്യാനെന്ന് യേശു പറഞ്ഞില്ല. സമയം യേശു സകല ഭൂതബാധരെ, സകല ദുരാത്മാക്കളെയും അശുദ്ധാത്മാക്കളെയും തന്നോടൊപ്പം നടക്കുന്ന പുരുഷാരത്തിന്റെ നിലയിൽ വെച്ച് പുറത്താക്കി. യേശുവിന്റെ ശുശ്രൂഷയെല്ലാം യേശുവിന്റെ ശുശ്രൂഷ പരസ്യമായ ശുശ്രൂഷയായിരുന്നല്ലോ. അത് യേശു ചെയ്തതെല്ലാം പരസ്യമായിട്ട്, നമ്മളിന്ന് രഹസ്യമായിട്ട് ചെയ്യുന്നു, യേശു പരസ്യമായിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അതാണ് നമ്മൾ യേശുവായിട്ടുള്ള വ്യത്യാസം. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ കൂടെ കൂട്ടിയാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഞാനൊന്നും ചെയ്യാറില്ല. നമ്മൾ കർത്താവ് ചെയ്ത് പരിശുദ്ധയിൽ എല്ലാം പരിശോധിക്കും. അതുകൊണ്ട് എന്ത് പകരം എന്നെ മുറിവ് കെട്ടുന്ന, മുറിവ് ഉണ്ടാക്കുന്ന ഒരു യേശു. അല്ലെങ്കിൽ അതുകൊണ്ട് നിന്റെ മുറിവുകൾ കെട്ടുവാൻ കഴിയുന്ന ഒരുവരുണ്ട്. അതുകൊണ്ട് ഇത് പകരം എന്നെ കേൾക്കുന്ന സ്നേഹിത, മോശെ സാഹചര്യത്തോട് പറയുക, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അതേ, ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, ദൈവം നിനക്ക് സ്വസ്ഥത തന്നിട്ടുണ്ട്, നിനക്കൊരു അവകാശം തന്നിട്ടുണ്ട്. അതിന്റെ അടുക്കിലേക്ക് നീ ഇതുവരെ എത്തിയിട്ടില്ല. ഇന്നും നീ അശുദ്ധാത്മാക്കളാ, ദുരാത്മാക്കളാ നീ ബാധിച്ച് നീ ഇന്നും കരഞ്ഞ് കലങ്ങി കണ്ണുമായി നീ ഭാരപ്പെടുകയല്ലേ. എത്രയോ കുടുംബങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്നും പറയാറുണ്ട് മദ്യപാനത്തെ കുറിച്ച്. എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യ, നിന്റെ കുടുംബം എന്നും മദ്യപാനമല്ലേ. ഇവിടെ ഒരു ബീവറേജുണ്ട്, തൈക്കാട്. അല്ലേലിയ. ആ തൈക്കാട് ബീവറേജിലേക്ക് മദ്യം വാങ്ങാൻ എത്ര കിലോമീറ്റർ ദൂരത്ത് നിന്ന് ആളുകൾ വണ്ടി വിളിച്ച് വരുന്നവരെ, നടന്നു വരുന്നത്, ബസ് കയറി വരുന്നത്. ദുരാത്മാക്കളാണ് അവരെ കൊണ്ടുവരുന്നത്. എന്നിട്ട് അവരെല്ലാവരുടെ ക്യൂവിൽ നിർത്തി ഇഷ്ടംപോലെ വാങ്ങി ചിലരൊക്കെ അവിടെ നിന്ന് വെള്ളം കൂടെ കടുമ്പിട്ടടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. ദുരാത്മാവായിരുന്നല്ലോ എൻ്റെ പേരും. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തു ഞാൻ വീണ്ടും തന്നെ പ്രാപിച്ചപ്പോൾ, ഞാൻ യേശുവിലേക്ക് വന്നപ്പോൾ എന്റെ പേരുണ്ടായിരുന്ന ദുർബോധ ശക്തികൾ മാറിക്കഴിഞ്ഞപ്പോൾ, ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനായി മാറിയപ്പോൾ, എനിക്ക് സുബോധം വന്നപ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പ്രൈസലോ. എത്ര കുടുംബങ്ങളാണ് തകരുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കതേ, നിങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, അവന് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, രാവിലെ ഉറക്കമുണരാൻ പറ്റുന്നില്ല, അവൻ രാത്രിയിൽ താമസിച്ച കിടന്ന് ഉറങ്ങുന്നത്. ഹല്ലേലൂയ. പല മാതാപിതാക്കളും, എന്റെ മാസം മക്കൾ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് കിടന്ന് ഉറങ്ങുന്നത്. ദുരാത്മാവ് അവന്റെ മേലുള്ള ദുർഭൂതമുള്ളതുകൊണ്ട്, അശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് അവനെ രാത്രിയിൽ ഉറക്കത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നിന്റെ മക്കളെ രാത്രിയിൽ ഉറക്കത്തില്ല. എന്തുകൊണ്ടാണ്? അവളുടെ മേൽ അവന്റെ പേര് ദുരാത്മാവ് കിടക്കുക, അശുദ്ധാത്മാവ്. ആ അശുദ്ധാത്മാവും ദുരാത്മാവുടെ അശുദ്ധിയുടെ പലതും അവനെ നിന്റെ മക്കളെ കാണിച്ചു കൊടുക്കും, നിന്നെ കാണിച്ചു തരും. അതുകൊണ്ട് നീ അശുദ്ധമായതിനെ കണ്ടുകൊണ്ട് എന്ത് ചെയ്യും? നീ കിടക്കുന്നതിനൊക്കെ ഉറക്കം വരുന്നത് ദുരാത്മാവിന്റെ ഉറക്കത്തെ കെടുത്തും. ദുരാത്മാവിന്റെ ഉറക്കത്തെ കെടുത്തിക്കളയുമ്പോൾ നിനക്ക് പിന്നത്തെ മാരകമായ രോഗമായി മാറും. അല്ലേരി. അതുകൊണ്ട് നീ ദൈവസനി സ്വസ്ഥമായിരിക്കണം. അതുകൊണ്ട് ചില പറയും, മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, ഏകാഗ്രത കിട്ടുന്നില്ല, അവർക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല, കോപമാണ്, ശാഠ്യമാണ് എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ? ഒരു ഭയങ്കര അശുദ്ധാത്മാവ് കിടക്കുന്നു. അത് രാത്രിയും പകലും ഒന്നും ആൾക്കാരൊന്നുമില്ല. അതേത് സമയത്തും നിന്റെ പേര് നിന്റെ മക്കളുടെ പേര് വ്യാപരിക്കും. ഹല്ലേലൂയ. അതിനെയാണ് ശാസിക്കൽ, അതിനെയാണ് തകർക്കേണ്ടത്. അത് പിശാചിന്റെ തലയെ തകർക്കുവാൻ അധികാരം ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിത്തരുവാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റുവാൻ യേശുവിന് കഴിയും. യേശുവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. യേശു പാപം ചെയ്തിട്ടില്ല കേട്ടോ. യേശു ആരെയും പാപം ചെയ്തിട്ടില്ല. യേശുവിന് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പാപം ചെയ്യത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ പേരുള്ള സകല ദുർബോധത്തെ നീ നീക്കുവാൻ കഴിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ സകല കുടുംബങ്ങളും ഈ ദുർബോധ ശക്തികൾ ദേശത്ത് വ്യാപരിച്ചിരുന്നു. ദേശത്തിന് പൂരുകളും പോരാട്ടങ്ങളും ബന്ധനങ്ങളും അന്യായ ബന്ധനങ്ങളും ഇതിനെ തകർക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ അഡിക്റ്റ് ആയതുകൊണ്ട് മൊബൈൽ തന്നെ ഒരു ദുർബോധമാണ്. അത് നല്ലവണ്ണം ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. മൊബൈൽ നല്ലവണ്ണം ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. നിന്റെ അത്യാവശ്യത്തിന്റെ ബന്ധുക്കളെ, സ്വന്തക്കാരെ, ചാർച്ചക്കാരുടെ, അയൽവാസികൾ, നിന്റെ ഫ്രണ്ടിനെയോ പെട്ടെന്ന് അറിയേണ്ട വാർത്തകൾ കേൾക്കുവാനും പറയുവാനും പറഞ്ഞ് സംസാരിച്ച് അതങ്ങ് നിർത്തുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതിനകത്ത് നീ ചാറ്റും ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ നിന്നെ ചാറ്റി നിന്നെ സാത്താൻ ഗോതമ്പ് പാറ്റുകൾ മാറ്റും. നീ മൊബൈലിൽ ചാറ്റും,
സാത്താൻ നിന്നെ പാറ്റും. ഹല്ലേലൂയ. അതാണ് സംഭവിക്കുന്നത്. ഇന്ന് എത്രയോ മാതാപിതാക്കളെ മാതാപിതാക്കൾ രാത്രിയും പകലില്ലാതെ ചാറ്റ് ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾ രാത്രി പകലില്ലാതെ ചാറ്റ് ചെയ്യുക. റോട്ടിൽ കൂടെ വഴി നടക്കാൻ കഴിയാത്തവണ്ണം സഹോദരിമാര് പെൺകുട്ടികളുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, നിങ്ങൾ കേൾക്കണം കേട്ടോ. പെൺകുട്ടികൾ റോഡിൽ നടക്കുന്ന 4 പേര് ഒന്നിച്ച് നടക്കുള്ളൂ. 4 പേരും ഒന്നിച്ച്. പുറകിൽ ഒരു ബൈക്ക് വന്നാൽ, പുറകിൽ ഒരു ജീപ്പ് വന്നാൽ, ഒരു കാർ വന്നാൽ മാറിക്കൊടുക്കത്തില്ല. അവർ 4 പേര് നിരന്ന് വേണേ ബസ്സുകാരനെ, ജീപ്പുകാരനെ, ബൈക്കുകാരനെ മാറ്റിക്കൊണ്ട് പോകണം. ഈ 4 മൊബൈലിൽ ചാറ്റിക്കൊണ്ട് പോവുക. ഒരു ദുർഭൂതമാണ്, ഒരു അശുദ്ധാത്മാവാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് ചാറ്റിക്കൊണ്ട് പോകുന്നത്. അല്ലേലിയ. ആ ചാറ്റ് എന്നെ കേൾക്കുന്ന സഹോദര സാത്താൻ നിന്നെ പാറ്റും. മാതാപിതാക്കളെ സ്വന്തം മക്കളെ എന്ത് ചെയ്യും? സാത്താൻ നീ സാത്താൻ നിന്നെ പാറ്റും. അങ്ങനെയാണ് അപകടങ്ങൾ, ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് ബസ്സുകാരനെ വെക്കിട്ട് കയറുക, അവന്റെ തലയ്ക്ക് കയറുക, അവൻ ഉറങ്ങിപ്പോയി, അവൻ ചരസരിച്ച്, കഞ്ചാവ് അടിച്ച്, ബൈക്കൊരിച്ച്, തമ്പാസിക്കുന്നു, എംഡിയും മേടിച്ചു. ശരിയായിരിക്കും, മലേറിയ ഒക്കെ ഉണ്ടായി. പക്ഷെ ഇതെല്ലാം സംഭവിക്കുക സാത്താൻ നിന്നെ പാറ്റുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങിവണം. നമ്മുടെ ദൈവത്തിന് കഴിയാത്തൊന്നുമില്ല. പാമ്പുകളും തേളുകളും ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന കർത്താവ് ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ നിനക്കവൻ തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശം പങ്കായി തീരുവാൻ അവൻ നിന്നെ വിളിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ഇതുവരെ അവിടോട്ട് എത്തിയിട്ടില്ല. അവിടോട്ട് എത്തണമെന്നാണ് വചനം പറയുന്നത്. എന്നാൽ ഏതൊരു മനുഷ്യൻ തന്നെ പാപത്തിന് വിറ്റുകളയുന്നുവോ തുടർന്ന് കർത്താവിനെ ഉപേക്ഷിച്ച് സാത്താന്റെ അടിമയായി തീരും. ഏത് മനുഷ്യനും തന്നെ പാപത്തിന് വിട്ടുകൊടുക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് മാറി സാത്താന്റെ അടിമയായി മാറും. ഹല്ലേലൂയ. അടിമയായി മാറും. അവന് സ്വസ്ഥതയുണ്ടാവത്തില്ല. നോക്കിവിൻ, കടലിലെ തിരമാലകൾക്ക് വിശ്രമമില്ല. കടലിലെ തിരമാലകൾക്ക് ഒരിക്കൽ പോലും വിശ്രമം, രാവും പകലുമില്ലാതെ 24 മണിക്കൂറും കടലിലെ തിരമാലകൾ അലയടിച്ചു എന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത തിരമാല. ദുഷ്ടന്മാർക്ക് ഒരിക്കലും സമാധാനമില്ല. കടലിലെ തിരമാലകൾക്ക് സ്വസ്ഥതയില്ലാത്ത പോലെ ദുഷ്ടന്മാർക്ക് ഒരിക്കലും സമാധാനമില്ല. അകാല മരണമടയുന്ന ആത്മാക്കൾക്ക് വിശ്രമമില്ല. അതുകൊണ്ട് നിന്റെ ആത്മാവിനെ നീ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുക്കരുത്. അല്ലെങ്കിൽ പാതാളത്തിലേക്കും അല്ലെങ്കിൽ കടലിലേക്കും തള്ളപ്പെട്ട് ബാധിക്കപ്പെടുന്നവർക്കും വിശ്രാമമില്ല. നരകക്കടലിലേക്കും പാതാളത്തിലേക്കും തള്ളപ്പെടുന്നവർക്കും അകാല മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്കും ദുഷ്ടന്മാർക്കും ഒന്നും ഒരിക്കലും സമാധാനവും സ്വസ്ഥതയുമില്ല. വേദപുസ്തകം പറയുന്നു, മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവന് രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകിയെന്ന് വെളിപ്പാട് പുസ്തകം 14 പറയുക. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 14:11 കേട്ടോ. പുറപ്പാട് പുസ്തകം 14:11 നിങ്ങൾ വായിച്ചു നോക്കണം. വെളിപ്പാട് പുസ്തകം 14:11 കേട്ടോ. ഞാൻ പറഞ്ഞത് തെറ്റി, പുറപ്പാടെന്നാണ് പറഞ്ഞത്, വെളിപ്പാട് കേട്ടോ. വെളിപ്പാട് 14:11 വായിച്ചു നോക്കണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പോകും. മൃഗത്തെയും അതിന്റെ പ്രതിമയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയുണ്ടാകില്ല. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് നിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന, നിന്റെ സ്വസ്ഥത, നിന്റെ സമാധാനം കെടുത്തിക്കളയുന്ന ശത്രുവിന്റെ കയ്യിൽ നീ വിടുവിക്കപ്പെടണം. ഹല്ലേലൂയ. ഇസ്രായേൽ പലപ്പോഴും സാത്താൻ ഗോതമ്പ് പറ്റുന്നവരെ മാറ്റിയിട്ടുണ്ട്. അവർക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവർ മോശയ്ക്ക് നേരെ പിറുപിറുത്തു. ആ പിറുപിറുപ്പ് എന്ത് ചെയ്തു? അവരെ മരണത്തിന് മരുഭൂമിയിൽ എല്ലാവരും പെട്ടുപോയി. അപ്പൊ നിങ്ങൾ പുറപ്പാട് പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പോൾ ദേവീയ പുസ്തകം വായിക്കണം. സംഖ്യാപുസ്തകം, ആവർത്തനം, ഇത് ചരിത്ര പുസ്തകം. ഉൽപ്പത്തി തൊട്ടും ആവർത്തനം ചരിത്രം. പഞ്ചഗ്രന്ഥങ്ങൾ 5 എണ്ണമാണ്. ആ പഞ്ചഗ്രന്ഥങ്ങൾ 5 എണ്ണം നിങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അപ്പോഴേ കാണാൻ സാത്താൻ പല ഗോതമ്പ് പോലെ പാറ്റിയത്. പുതിയ നിയമത്തിലേക്ക് യേശു പറഞ്ഞു, പത്രോസിന് പറഞ്ഞു, നിന്റെ സാത്താൻ ഗോതമ്പ് പോലെ പാറ്റുമെന്ന്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുക, നിനക്കൊരു സ്വസ്ഥത തരാതെ നീ ചാറ്റും, പിശാച് നിന്നെ പാറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യോശുവയുടെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. യഹോവ നിങ്ങൾക്ക് എന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുവോളം അവരെ സഹായിക്കണം. അതിന്റെ ശേഷം നിങ്ങൾ യഹോവയുടെ ദാസനായ മോശ കിഴക്ക് യോർദാനിങ്കൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തേക്ക് മടങ്ങി വന്ന് അതിനെ അനുഭവിച്ചു കൊള്ളണം. കണ്ടോ, മോശ പറയുക. ഹല്ലേലൂയ. മോശയോട് പറഞ്ഞത് യോശുവ വീണ്ടും ആവർത്തിക്കുക.
അതുകൊണ്ട് ഇത് പകരം ഞാൻ നിങ്ങളോട് ഒരിക്കലും പറയട്ടെ, വായിച്ച വചനം എന്താണ്? ആവർത്തന പുസ്തകമാണല്ലോ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകമാണ് മാത്രമല്ലോ 12 ഹല്ലേലൂയ 9 വാക്യം. ഹല്ലേലൂയ. എന്താണ് അവിടെ വായിച്ചത്? ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അതെ, ദൈവം നിനക്ക് തരുന്ന അവകാശമുണ്ട്, സ്വസ്ഥതയുണ്ട്. അതിലേക്ക് നീ വരണം. ഈ ലോകത്തിന്റെ പിടിയിൽ നിന്ന് അമർന്ന് നശിച്ചു പോകരുത്. നീ നിന്റെ കുടുംബം തകർന്നു പോകരുത്. ദൈവം നിനക്ക് സ്വസ്ഥത അവകാശം തരുവാൻ ആഗ്രഹിക്കുക. തകർന്നിരിക്കുന്ന കണ്ണുനീർ ദുഃഖത്തിന്റെ സങ്കടത്തിനടിയിൽ കടന്നു പോകുന്ന സഹോദര സൗരി, ദൈവം നിനക്കൊരു അവകാശം സ്വസ്ഥത നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നീ അവന്റെ സന്ധിക്ക് വരുന്നെങ്കിൽ അവന്റെ സന്ധി ഏൽപ്പിച്ചു കൊടുക്കും. യേശുവിന്റെ പക്കൽ നീ ഏൽപ്പിച്ചു കൊടുക്കും. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം വിശ്വസിക്കുക പിതാവ്, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വരെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഭാരത ലോക രാജ്യമുണ്ട് കോടി ജനത്തിനായി കർത്താവ് ജനത്തെ കർത്താവ് നൽകുന്ന അവകാശ സ്വസ്ഥതയ്ക്ക് വേണ്ടി മടങ്ങി വന്ന് കർത്താവ് പ്രാപിക്കുവാൻ, ആ കൃഷിയിലേക്ക് ജനം മടങ്ങി വരുവാൻ, കാൽവരിയിൽ ഞങ്ങൾക്ക് തകർക്കപ്പെട്ട ക്രിസ്തുവിന്റെ സേനയ്ക്ക് മടങ്ങി വരുവാൻ കാപാലവൃത്തം ജനങ്ങളെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസ സകലരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യനെ കർത്താവ് പിശാച് ഹല്ലേലൂയ ആമെ കോതമ്പ് പാറ്റുന്ന പോലെ പാറ്റി തകർത്തുകൊണ്ടിരിക്കേണ്ട അവകാശം സ്വസ്ഥത നഷ്ടപ്പെടുത്തി കളയുമ്പോൾ അവകാശ സ്വസ്ഥത കൊടുക്കുന്ന കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ദുരാത്മാക്കളാൽ ദുർബോധ ശക്തികളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സകല ജനങ്ങളും വിടുവിക്കപ്പെടുവാൻ യേശുവിനെ സ്വന്തം രക്ഷിതാപിതമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളാകുന്ന കൽപ്പനകൾ സ്നാനവസി വിശുദ്ധ ജീവിതം നയിപ്പാൻ, പ്രമാണത്തിന് അരിഷ്ടമായ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ. ആമി മൊബൈലിൽ ചാറ്റി ചെയ്ത് കുടുംബങ്ങളെ ഇവിടെ പിശാചി പാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മടങ്ങി വരവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സകലത്തിനുമേലെ നീതി വെളിപ്പെടണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.